Very good morning, guys. 2-3 days ആയിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. സോ സോറി ഫോർ ദാറ്റ്. ആക്ച്വലി എനിക്ക് പോഡ്കാസ്റ്റിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും തൈറോയ്ഡ് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി തൈറോയ്ഡ് ഒരു വൃത്തികെട്ട സംഭവമാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. വാട്ട് ആർ ദ തിങ്സ് ശ്രദ്ധിക്കേണ്ടതും ഞാൻ ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ബാക്ക് ടു ബിഗ് ബോസ് ഹൗസിലോട്ട് പോവാം. അതിലേക്കാളും കുറച്ചും കൂടി മെച്ചുവേർഡ് ആണ് നൂറ. അതേപോലെ ഷി ഡോണ്ട് വാണ്ട് ടു ക്രിയേറ്റ് സോ മച്ച് ഓഫ് ഡ്രാമ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 2-3 ദിവസമായിട്ട് ആള് വെറുപ്പിക്കലിന്റെ അങ്ങ് എക്സ്ട്രീം ആവുന്നുണ്ട്. ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മുടെ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ആൾക്ക് കുറച്ച് തൻ്റെ ഇടവും അല്ലെങ്കിൽ തൻ്റെ ഇടം ഈസ് ഓക്കെ, റോങ് തൻ്റെ ഇടമുണ്ട്. അതായത് ആ അനീഷ് എന്ന് പറയുന്ന വ്യക്തി പാത്രം കഴുകാൻ വിളിക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു മൊട, ആ ഒരു മെച്ചുവർ ക്യാരക്ടർ. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ആ ദേഷ്യപ്പെടലിൽ ഒരു മെച്യൂരിറ്റി കാണിക്കണം, അല്ലെങ്കിൽ ഒരു എത്തിക്സ് കാണിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ദേഷ്യപ്പെടുമ്പോൾ എത്തിക്സ് കാണിക്കാന്ന്. ദേഷ്യപ്പെടുമ്പോൾ എത്തിക്സ് കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതൊരു പട്ടി ആട്ടി ഓടിക്കുന്ന മാതിരി പൊയ്ക്കുക എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം റിയാസിന് പഠിക്കുകയാണോ കുട്ടി? സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുക, വെള്ളം എടുത്ത് കുത്തി വെക്കുക, ഇതൊക്കെ വീട്ടിൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് റിയാലിറ്റി ഷോ ആണ്. ഇതാണ് ഞാൻ പറയുന്നത്. റിയാലിറ്റി ഷോയിൽ വരുമ്പം ചിലവരുടെ ഇൻബിൽഡ് ക്യാരക്ടേഴ്സ് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണം അയാളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വരും. അത് ഭയങ്കര ഒരു ചീപ്പ് ഗെയിം ഷോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നൂറ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നുള്ളത്. അനീഷിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. വന്നപ്പോൾ തൊട്ടൊരു പ്രൊവോക്കിംഗ് ആണ്. പക്ഷെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ മാന്യമായ രീതിയിൽ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ പല പ്രാവശ്യം ലാലേട്ടൻ വന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഇപ്പം ഈ ചെയ്യുന്നത് ഭയങ്കര റോങ് ഇമ്പാക്ട് ആണ്. അത് കുറച്ച് കഴിയുമ്പോൾ സോറി പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഓക്കെ. കാരണം ആ ഒരു എല്ലാവരും പൊതുവെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, ഈവൻ കമന്റ് സെക്ഷനിലൊക്കെ വരുന്നുണ്ട്, ഒരു കുറച്ചൊരു എല്ല് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അത് അതിലേക്ക് നല്ലതല്ല. ഇൻ കേസ് അതിലതിനു മുമ്പ് നൂറ് ഉപദേശിച്ചിട്ടുണ്ട്, ഞാൻ പുറത്ത് പോയാൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. നന്നായിട്ട് ഗെയിം കളിച്ച് പോവാതെ ഇങ്ങനെ ഒരു റോങ് ആറ്റിറ്റ്യൂഡ് കാണിച്ച് അതിലേട്ടൻ അതിലയുടെ കുഴി തോണ്ടുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അനീഷിനോട് കാണിച്ചത് തെറ്റാണ്.